നടി ആക്രമിക്കപ്പെട്ട കേസിൽ നിർണായക വഴിത്തിരിവായ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം നടത്തിയത് ഒരു നടിയായിരുന്നു. ഒറ്റ രാത്രിയിൽ പെട്ടെന്നുണ്ടായ ഏതോ ഒരു കാരണത്താൽ നടന്ന അതിക്രമം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരുന്ന സംഭവത്തിന് പിന്നിലെ ഹീനമായ ഗൂഢാലോചനയെക്കുറിച്ചുള്ള ആദ്യ സൂചനകൾ കടന്നുവരുന്നത് ആ പ്രസംഗത്തിൽ നിന്നാണ്. മഞ്ജു വാര്യർ ആയിരുന്നു സധൈര്യം ആ പ്രസംഗം നടത്തിയ നടി. 2017 ഫെബ്രുവരി 17 രാത്രിയാണ് നടിക്കെതിരെ അതിക്രമം നടക്കുന്നത്. ഫെബ്രുവരി 19 വൈകിട്ട് എറണാകുളം ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ ചലച്ചിത്ര പ്രവർത്തകർ ഒത്തുചേർന്നിരുന്നു. അവിടെ ഒത്തുകൂടിയവരെല്ലാം അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. നടിക്കെതിരെ നടന്ന ആക്രമണത്തെ ശക്തമായ ഭാഷയിൽ അപലപിച്ച് സംസാരിച്ചു. ആ കൂട്ടായ്മയിൽ വെച്ചാണ് മഞ്ജു വാര്യരും സംസാരിക്കുന്നത്. ഒരുപക്ഷെ ആ വേദിയിൽ വെച്ച് സംസാരിച്ചതിൽ ഏറ്റവും നിർണായകമായ പ്രതികരണം മഞ്ജുവിൻ്റേതായിരുന്നു. ഈ സംഭവത്തിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നും അത് നടത്തിയവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ സിനിമാ പ്രവർത്തകരുടെ പിന്തുണയുണ്ടാകുമെന്നും മഞ്ജു വാര്യർ പറഞ്ഞു. ഈ പ്രസംഗത്തിൽ മാത്രമല്ല, തുടർന്ന് അങ്ങോട്ടുള്ള വർഷങ്ങളിലെല്ലാം മഞ്ജു വാര്യർ ശക്തമായി തന്നെ അതിജീവിതയ്ക്കായി നിലപാടെടുത്തു. തന്റെ സുഹൃത്തിനും സഹപ്രവർത്തകർക്കും ഒപ്പം അവർ എക്കാലവും ഉറച്ചു നിന്നു. 2017 ജൂൺ 21 മഞ്ജു വാര്യർ കേസിൽ മൊഴി നൽകുന്നത്. ദിലീപും കാവ്യ മാധവനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആക്രമിക്കപ്പെട്ട നടി തന്നോട് പറഞ്ഞിരുന്നുവെന്നും ഇത് ദിലീപിൽ വൈരാഗ്യം ഉണ്ടാക്കിയിരുന്നു എന്നുമായിരുന്നു മഞ്ജുവിന്റെ മൊഴി. കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ മൊഴികൾക്കൊപ്പം മഞ്ജു വാര്യരുടെ മൊഴി കൂടി ചേർന്നാണ് ദിലീപിനെ നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയായി ചേർക്കുന്നത്. ആ സമയത്ത് ദിലീപിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് ശക്തിയേറുന്ന മൊഴികൾ സിനിമാരംഗത്തും മറ്റു പലരും നൽകിയിരുന്നു. പക്ഷേ അവരിൽ പലരും പോലീസിന് നൽകിയ മൊഴി പിന്നീട് കോടതിയിൽ മാറ്റിപ്പറഞ്ഞു. പക്ഷേ മഞ്ജു വാര്യർ വാക്കുകളിൽ വെള്ളം ചേർത്തില്ല, ഒന്നും അറിയില്ലെന്ന് പറഞ്ഞില്ല. കേസിന്റെ വിചാരണ വർഷങ്ങൾ കടന്നുപോയപ്പോഴും പലതവണ അന്വേഷണത്തിന്റെ ഭാഗമായി നിയമവഴികൾ വരേണ്ടി വന്നപ്പോഴും മഞ്ജു വാര്യർ തന്റെ വാക്കുകളിൽ ഉറച്ചുനിന്നു. 2022 ഏപ്രിൽ 8 തുടരന്വേഷണത്തിന്റെ ഭാഗമായി മഞ്ജുവിനെ വീണ്ടും ക്രൈംബ്രാഞ്ച് വിളിച്ചിരുന്നു. കേസിൽ പ്രധാനമായും ചില ശബ്ദരേഖകൾ ദിലീപിന്റേതാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. മഞ്ജു അത് കേൾക്കുകയും ദിലീപിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞ് മൊഴി നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് 2023 സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ സമയത്തും ചില ഡിജിറ്റൽ തെളിവുകളിലെ ദിലീപിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കാനും അന്വേഷണ സംഘം മഞ്ജുവിന്റെ സഹായം തേടിയിരുന്നു. നിലപാടുകൾ എടുക്കുക എന്നതും അതിൽ ഉറച്ചു നിൽക്കുക എന്നതും മഞ്ജു വാര്യർക്ക് അത്ര എളുപ്പമായിരുന്നില്ല. ആ കാലയളവിൽ വ്യക്തിപരവുമായി സിനിമാ രംഗത്ത് നിന്ന് അവർ നേരിട്ടത് വലിയ പ്രതിസന്ധികളായിരുന്നു. മഞ്ജു വാര്യർ സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തിഹത്യ ചെയ്യപ്പെട്ടു. അവരെ മോശമായി ചിത്രീകരിക്കുന്ന പോസ്റ്റുകളും വീഡിയോകളും നിറഞ്ഞു. സിനിമയിലേക്ക് തിരിച്ചുവന്ന മഞ്ജുവിന്റെ ചിത്രങ്ങളിൽ നിന്നും അഭിനേതാക്കളെ പിൻവലിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. പലതിനും പിന്നിൽ ദിലീപും സംഘവുമാണെന്ന സംശയമുണർത്തുന്ന ചില